Hello everyone, welcome once again to my channel Incredible English. കഴിഞ്ഞ കുറച്ച് വീഡിയോസ് നമ്മൾ കമ്മ്യൂണിക്കേഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ബാക്ക് ടു ടെൻസ് ഫോംസ്. ടെൻസസിൻ്റെ സിമ്പിൾ പാസ്റ്റ്, പ്രസൻറ്റ്, അതിൻ്റെ എല്ലാം ഡിഫറെൻറ്റ് ഫോംസ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അതിൽ സിമ്പിൾ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്ന ആളെയാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആൻഡ് ഇഫ് യു ഫൈൻഡ് ഇറ്റ് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് പറഞ്ഞോട്ടെ, എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഇതിനിടയ്ക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ സോറി ഫോർ ദാറ്റ്. പിന്നെ നമ്മൾ ഓൾറെഡി പാസ്റ്റും പ്രസൻറ്റും എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോസ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ ടെൻസ് സ്റ്റാർട്ട് ചെയ്യാം. സിമ്പിൾ ഫ്യൂച്ചർ ഭാവി അല്ലേ. ആക്ഷൻസ് ലൈക്ലി ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കണം. ഫ്യൂച്ചർ എക്സ്പ്രസ് ചെയ്യാൻ ഈ തന്നിരിക്കുന്ന വിൽ ഓർ ഷാൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഫോമാറ്റ് മാത്രമല്ല ഉള്ളത്. നമുക്ക് ഫ്യൂച്ചർ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സിമ്പിൾ പ്രസൻറ്റിനെയും പ്രസൻറ്റ് കണ്ടിന്യൂസിനെയും യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസും ഉണ്ട്. അത് നമ്മൾ ആ പ്രസൻറ്റ് കണ്ടിന്യൂസും ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതുകൊണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ബി ഗോയിങ് ടു ഫോം ഒക്കെ വരുന്നുണ്ട്. അപ്പം അതൊന്നും നമ്മളിപ്പോൾ നോക്കുന്നില്ല. നമ്മളിപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ എന്താണ്, അതിൻ്റെ ഫോമാറ്റ് എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ, അതിൻ്റെ യൂസേഴ്സ് എവിടെയാണ് വരുന്നത് എന്നൊക്കെയുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂച്ചറിൽ, ഭാവിയിൽ നടക്കുന്നതും ഭാവിയിൽ തന്നെ കംപ്ലീറ്റ് ആവുന്നതുമായ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് അഥവാ ഫ്യൂച്ചർ ഇൻഡെഫിനിറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് ഇവിടെ 3 എഴുതിയിട്ടുണ്ട്. നമ്മൾ എല്ലാ ടെൻസ് ഫോംസും ഡിസ്കസ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരുന്നത്. എന്തൊക്കെയാണ്? പോസിറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ് ആൻഡ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസിൻ്റെ വേറൊരു പേരാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം എഴുതിയിരിക്കുന്നത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ എങ്ങനെ, പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ എങ്ങനെയാണ് റൂൾ വരുന്നതെന്നാണ് ആദ്യത്തേത് എഴുതിയേക്കുന്നത്. നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. നമുക്കറിയാം ഇംഗ്ലീഷിലെ സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് SVO ആണ്. SVO, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. അതാണ് സബ്ജക്റ്റ്. ഇത്രയും ആൾക്കാർ ഇത് മുഴുവനും കൂടെ വരുന്ന ഭാഗമാണ് വെർബ് വരുന്നത്. ആൻഡ് ദിസ് ഈസ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പം വിൽ ഓർ ഷാൽ പ്ലസ് V1 ഇതാണ് വെർബ് വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്തൊക്കെ വെർബുണ്ട്? ഓക്സിലറി വെർബുമുണ്ട്. ഇത് ഓക്സിലറി വെർബും ഇത് മെയിൻ വെർബുമാണ്. ഓക്സിലറി വെർബിൻ്റെ വേറൊരു നെയിമാണ് ഹെൽപ്പിംഗ് വെർബ്. അപ്പം ഇതാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആൾക്കാർ. സിമ്പിൾ ഫ്യൂച്ചർ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി ഫോം എന്താണ്? വിൽ ഓർ ഷാൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. വെർബിൻ്റെ ബേസ് ഫോം, ഒന്നും ആഡ് ചെയ്യാത്ത റൂട്ട് ഫോം, അതാണ് ബേസ് ഫോം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. ഇപ്പോൾ വോക്ക് എന്നൊരു വേർഡ് എടുത്തു കഴിഞ്ഞാൽ, ഒരു വെർബ് എടുത്തു കഴിഞ്ഞാൽ വോക്ക്, ദാറ്റ് ഈസ് ദ ബേസ് ഫോം. അതിനൂടെ ED ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസ് ആയി. എഗെയിൻ അത് തന്നെയാണ് അതിൻ്റെ പാർട്ടിസിപ്പിൾ ഫോം. അപ്പോൾ അങ്ങനെ ഒന്നും ആഡ് ചെയ്യപ്പെടാത്ത ആ ഒരു ഫോമിനെയാണ് നമ്മൾ V1 അല്ലെങ്കിൽ റൂട്ട് ഫോം എന്ന് പറയുന്നത്. അപ്പം ഇത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? പോസിറ്റീവ് സെൻറ്റൻസസിൻ്റെ കേസിലാണ് സബ്ജക്റ്റ് പ്ലസ് will or shall plus V1 plus object. Okay, now second one, നെഗറ്റീവ് സെൻറ്റൻസസ് എങ്ങനെയാണ്? ഒരു ചെറിയ ചേഞ്ച് മാത്രം. will or shallന് ശേഷം നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? നെഗറ്റീവ് എക്സ്പ്രസ് ചെയ്യാൻ നോട്ട് ആഡ് ചെയ്യുന്നു. സബ്ജക്റ്റ് പ്ലസ് will or shall പ്ലസ് നോട്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. അത് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു, ക്വസ്റ്റ്യൻസ് ആവുമ്പോൾ ഇൻവേർട്ടഡ് സബ്ജക്റ്റ് ആണ്. എന്താണ് ഈ ഇൻവേർട്ടഡ് സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബാണ് നമ്മുടെ സെൻറ്റൻസ് സ്ട്രക്ചർ, ഇംഗ്ലീഷിലെ സെൻറ്റൻസ് സ്ട്രക്ചർ. ക്വസ്റ്റ്യൻസ് ആവുമ്പം പൊസിഷൻ ഓഫ് ദ സബ്ജക്റ്റ് ചേഞ്ച് ആവുന്നു, ഇൻവേർട്ടഡ് ആവുന്നു. അതായത് വെർബ് ഫസ്റ്റ് വന്നു, ഓക്സിലറി അഥവാ ഹെൽപ്പിംഗ് വെർബ് ആദ്യം വരും, സബ്ജക്റ്റ് സെക്കൻഡ് പൊസിഷനിലേക്കും പോകുന്നു. അതുകൊണ്ടാണ് ഇൻവേർട്ടഡ് സബ്ജക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുമ്പോൾ ഇൻവേർട്ടഡ് ആയിരിക്കും, സബ്ജക്റ്റ് സെക്കൻഡ് പൊസിഷനിലേക്ക് മാറിയിരിക്കും. അപ്പോൾ വിൽ ഓർ ഷാൽ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് വെർബിൻ്റെ
ബേസ് ഫോമേ യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇത്രയും പറയുമ്പോൾ നമുക്കിവിടെ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് വില്ലുമുണ്ട് ഷാലും ഉണ്ട്. 2 ആൾക്കാരുണ്ട് ഫ്യൂച്ചർ എക്സ്പ്രസ് ചെയ്യാൻ. 2 ഹെൽപ്പിംഗ് വെർബ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. യൂഷ്വലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് വിൽ തന്നെയാണ്. ഷാൽ അധികം യൂസ് ചെയ്യാറേ ഇല്ല. ബട്ട് അക്കോർഡിംഗ് ടു ദ റൂൾ ട്രഡീഷണൽ ഗ്രാമർ പറയണത് എന്താണെന്ന് വെച്ചാൽ വില്ല് യൂസ് ചെയ്യേണ്ട ഒരു സെറ്റ് ഓഫ് പ്രൊനൗൺസ് ഉണ്ട്, ഷാൽ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷനും ഉണ്ട്. എപ്പോഴും ഷാൽ വേണം ഐയുടെയും വിയുടെയും കൂടെ യൂസ് ചെയ്യാൻ. ഐ ആൻഡ് വി എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസ് ആണ്. ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസിൻ്റെ കൂടെ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഷാൽ എന്നാണ് ഗ്രമേറിയൻസ് അല്ലെങ്കിൽ ട്രഡീഷണൽ ഗ്രാമർ പറയുന്ന റൂൾ. നമ്മൾ സംസാരിക്കുമ്പോൾ വിൽ യൂസ് ചെയ്തു ദർ ഈസ് നോ പ്രോബ്ലം അറ്റ് ഓൾ. കാരണം കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഫ്യൂച്ചറാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ബട്ട് നമ്മൾ ഒരു ഫോമൽ സിറ്റുവേഷനിൽ ഫോമലായിട്ട് എന്തെങ്കിലും എഴുതുക, ഫോമലായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഷാലായിരിക്കും. മറ്റേത് നോ ഇഷ്യൂസ്. സംസാരിക്കുമ്പോൾ കാഷ്വലായിട്ട് നമ്മൾ ഫ്രണ്ട്ലി ടോക്ക് അതിലൊക്കെ നമ്മൾ വില്ല് യൂസ് ചെയ്താൽ ഡസൻ മാറ്റർ. ഐയുടെ കൂടെ വില്ല് വരാം, അതിന് ഓക്കെയാണ്. ബട്ട് റൂള് പറയുന്നത് എപ്പോഴും ഐയുടെയും വിയുടെയും കൂടെ എന്ത് യൂസ് ചെയ്യണം എന്നാണ്? ഷാൽ യൂസ് ചെയ്യണം എന്നാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കണം. ഐ ആൻഡ് വി ആർ ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസ്. ബാക്കി എല്ലാ പ്രൊനൗൺസ് ലൈക്ക് സെക്കൻഡ് പേഴ്സൻ്റെയും തേർഡ് പേഴ്സൻ്റെ കൂടെയും നമുക്ക് വിൽ യൂസ് ചെയ്യാം. സെക്കൻഡ് പേഴ്സൻ്റെയും തേർഡ് പേഴ്സൻ്റെയും മാത്രമല്ല ബാക്കി ഏതൊരു നൗണിൻ്റെ കൂടെയും ഏതൊരു സബ്ജക്റ്റിൻ്റെ കൂടെയും നമുക്ക് വിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഏതാണ് സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺ? ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺ എന്ന് പറയുന്നത് യു. തേർഡ് പേഴ്സൺ പ്രൊനൗൺസ് ആണ് ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ. അപ്പോൾ ആ 2 സെറ്റിൻ്റെ കൂടെയും നമുക്ക് വിൽ യൂസ് ചെയ്യാം. ആകെ ഷാൽ യൂസ് ചെയ്യുന്നത് ഐയുടെയും വിയുടെയും കൂടെ മാത്രമാണ്. ഇനി നമ്മളിവിടെ നെഗറ്റീവ് എക്സ്പ്രസ് ചെയ്യാൻ വിൽ ഓർ ഷാൽ പ്ലസ് നോട്ട് എന്ന് എഴുതി. വിൽ നോട്ട്. അപ്പോൾ നമ്മൾ വിൽ നോട്ട് എന്ന് എഴുതുവാണെന്ന് വെച്ചോ. വിൽ നോട്ടിൻ്റെ കോൺട്രാക്റ്റഡ് ഫോമാണ് വോണ്ട്. ഷോർട്ടൻഡ് ഫോം നമ്മൾ ചുരുക്കി എഴുതുന്ന ഫോമാണ് വോണ്ട്. വിൽ നോട്ട് ഇതിനെ ഷോർട്ടൻ ചെയ്ത് എഴുതുന്നു വോണ്ട്. അതും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫ്യൂച്ചർ ടെൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ റൂൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തിരിക്കേണ്ട ഫോർമാറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ്. Now let's see some examples for the same. He will not come tomorrow. It's a negative statement. കണ്ടല്ലോ, നോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. will not. he ആണ്, that is a third person pronoun. അതുകൊണ്ട് നമ്മൾ will ആണ് യൂസ് ചെയ്ത auxiliary form. He will not come tomorrow. അവൻ നാളെ വരില്ല. Will you help me? നോക്കൂ, യു ആണ്, ദാറ്റ് ഈസ് എ സെക്കൻഡ് പേഴ്സൺ പ്രോനൗൺ. എഗെയിൻ അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി വില്ലാണ്. ആൻഡ് ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ, സോ ഇൻവേർട്ടഡ് ആയി, സബ്ജക്ട് പൊസിഷൻ ഇൻവേർട്ടഡ് ആയി. വിൽ യു ഹെൽപ്പ് മീ? നീ എന്നെ ഹെൽപ്പ് ചെയ്യുമോ? അടുത്തത് വി ഷാൽ ഓവർകം ദ പ്രോബ്ലംസ്. ഇറ്റ്സ് എ പോസിറ്റീവ് സെൻറ്റൻസ് അല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ പറയാം. വി ഷാൽ ഓവർകം ദ പ്രോബ്ലംസ്. യെസ്, നമ്മൾ പ്രോബ്ലംസ് ഓവർകം ചെയ്യും, അതിനെ ഓവർകം ചെയ്യും. അപ്പോൾ വി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വി ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കൂടെ യൂസ് ചെയ്തിരിക്കുന്ന ഓക്സിലറി ഫോം അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത് ഷാൽ ആണ്. ഓക്കെ, അടുത്തത് ഷാൽ ഐ ഓപ്പൺ ദ വിൻഡോ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും വന്നിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ സജഷൻ, ഒരു ഓഫർ പോലെ പറയാം നമുക്ക്. ഷാൽ ഐ ഓപ്പൺ ദ വിൻഡോ? ഞാൻ വിൻഡോ ഓപ്പൺ ചെയ്തോട്ടെ എന്നുമാവാം, അല്ലെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്യട്ടെ, ഞാൻ ചെയ്യട്ടെ എന്നുമാവാം. അപ്പോൾ അവിടെ നോക്കിക്കേ, ഇൻവേർട്ടഡ് ആയി, സബ്ജക്ട് പൊസിഷൻ ഐ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഷാലാണ്. അപ്പോൾ ഈ ഐയുടെ കൂടെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഒരാൾക്കൊരു ഓഫർ കൊടുക്കുകയാണ്, ഒരു അഡ്വൈസ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സജഷൻ പറയണു, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലെല്ലാം ലൈക്ക് ഷാൽ വി ഗോ ഔട്ട് ടുനൈറ്റ്? ഇന്ന് രാത്രി നമുക്ക് വെളിയിൽ പോയാലോ? അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ സജഷൻ അല്ലേ? ഇങ്ങനെയുള്ള സിറ്റുവേഷനിലെല്ലാം നമ്മൾ ഐയുടെ കൂടെ ആരെയാണ് യൂസ് ചെയ്യുന്നത്? ഷാൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. Now let's see ആപ്ലിക്കേഷൻ ലെവൽ. എവിടെയൊക്കെയാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? ഓൾറെഡി നമുക്കറിയാം, ആക്ഷൻസ് ലൈക്ലി ടു ടേക്ക് പ്ലേസ് ഇൻ ദ ഫ്യൂച്ചർ, ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണെന്ന്. അത് തന്നെയാണ്, ബട്ട് ഡിഫറെൻറ്റ് വേയിൽ നമ്മളത് പറയണു എന്നുള്ളതേ ഉള്ളൂ. എക്സ്പെക്റ്റേഷൻസ്, പ്രെഡിക്ഷൻസ് ആൻഡ് ഷെഡ്യൂൾസ്. ദാറ്റ്സ് അവർ ഫസ്റ്റ് പോയിന്റ്. എക്സ്പെക്റ്റേഷൻസ്, പ്രെഡിക്ഷൻസ്, ഷെഡ്യൂൾസ്. അപ്പം നമുക്ക് പ്രതീക്ഷ,
നമ്മുടെ പ്രതീക്ഷയുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക, നമ്മൾ മുൻകൂട്ടി പറയുകയാണ് ഇതിങ്ങനെ ആയിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇന്ന സമയത്ത് ഇന്നത് നിശ്ചയിച്ച് വെച്ചിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ ഫ്യൂച്ചറാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സീ ദ എക്സാമ്പിൾസ്. ഇറ്റ് വിൽ റെയിൻ സൂൺ. അപ്പം നമ്മൾ അവിടെ ഒരു പ്രഡിക്ഷൻ നടത്തുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു തോന്നലാണ്, ഉണ്ട്, ആകാശമൊക്കെ നോക്കി ക്ലൗഡിയാണ്, കാർമേഘമൊക്കെ ഉണ്ട്, അപ്പോൾ മഴ പെയ്യുമായിരിക്കും. അപ്പോൾ ഇറ്റ് വിൽ റെയിൻ സൂൺ, ഇരുണ്ട് കിടക്കുകയാണ്, ഇപ്പോൾ തന്നെ പെയ്യും, ഇറ്റ് വിൽ റെയിൻ സൂൺ. ഓക്കെ, അടുത്തത് ദേ വിൽ ഡു ഇറ്റ് നെക്സ്റ്റ് വീക്ക്. അവരത് അടുത്ത ആഴ്ച ചെയ്യും. എന്നാൽ അഗെയിൻ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷനാണ്, അവർ അടുത്ത ആഴ്ച ചെയ്യും. ഐ ഷാൽ പ്രൊവൈഡ് ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ ടു മൈ സൺ. ഇതെൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ്, അല്ലേ? ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമാണ്. എന്താണ്? ഞാൻ എൻ്റെ കുട്ടിക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കും ഫ്യൂച്ചറാണ്. ആൻഡ് അത് നമ്മളെ ഒരു എക്സ്പെക്റ്റേഷനാണ്. അപ്പം ആദ്യത്തെ സിറ്റുവേഷൻ എന്താണ്? ആദ്യത്തെ യൂസ് എന്താണ്? എക്സ്പെക്റ്റേഷൻസ്, പ്രഡിക്ഷൻസ് ആൻഡ് ഷെഡ്യൂൾസ്. സെക്കൻഡ് പോയിന്റ്, ടു ഇൻഡിക്കേറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ഡിസിഷൻ. ഇൻസ്റ്റൻറ്റ് എന്നുള്ള വേർഡ് ഫെമിലിയർ അല്ലേ? ഇൻസ്റ്റൻറ്റ് കോഫി മേക്കർ. ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. അപ്പം പെട്ടെന്നുണ്ടാവുന്ന ഡിസിഷൻ, പെട്ടെന്ന് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ്, അതിനെക്കുറിച്ച് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ ഫ്യൂച്ചറാണ്. എക്സാമ്പിൾ നോക്കിക്കേ, ഹി ഹാസ് ഫോളൻ ഡൗൺ, ഐ വിൽ ഹെൽപ്പ് ഹിം ടു ക്ലീൻ ഹിസ് ഡ്രസ്. അപ്പോൾ നമ്മളിത് കാണുകയാണ്, അവൻ വീണു, അപ്പോൾ നമ്മൾ അടുത്തേക്ക് അവൻ വീണു കേട്ടോ, ഞാൻ അവൻ്റെ ഡ്രസ്സ് ക്ലീൻ ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. ഐ വിൽ ഹെൽപ്പ് ഹിം, ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യും, ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ പറയും ഹി ഹാസ് ഫോളൻ ഡൗൺ, ഐ വിൽ ഹെൽപ്പ് ഹിം ടു ഗെറ്റ് അപ്പ്. ഇനി വേറൊരു സിറ്റുവേഷൻ പറഞ്ഞാൽ, നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നു, അവിടെ ചെല്ലുമ്പം ആ ഫ്രണ്ടിന് സുഖമില്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡിസൈഡ് ചെയ്യുവാണ്, ഓക്കെ ഐ വിൽ പ്രിപ്പയർ ഫുഡ് ഫോർ ഹിം. അവൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലും മേല, സോ ഐ വിൽ പ്രിപ്പയർ ഓർ ഐ വിൽ കുക്ക് ഫുഡ് ഫോർ ഹിം. അവന് വേണ്ടി ഞാൻ ഫുഡ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്ത ഡിസിഷനാണ്, അത് ഇൻസ്റ്റൻറ്റ് ഡിസിഷനാണ്. ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രസൻ്റ് ആയിരിക്കുന്ന ഒരു മൊമെൻറ്റ്, ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരു കാര്യത്തിനെ ബേസ് ചെയ്തെടുക്കുന്ന ഡിസിഷൻ, അതാണ് ഇൻസ്റ്റൻറ്റ് ഡിസിഷൻ. അങ്ങനെയുള്ള ഡിസിഷൻ എക്സ്പ്രസ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ ഫ്യൂച്ചറാണ്. ഓക്കെ, അവർ ലാസ്റ്റ് പോയിന്റ് റിലേറ്റഡ് ടു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. അപ്പം സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻസ്റ്റൻറ്റ് ഡിസിഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും, എക്സ്പെക്റ്റേഷന് യൂസ് ചെയ്യും, ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയും, ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയും. ഇനി അടുത്ത പോയിന്റ് പറയുന്നത് ടു എക്സ്പ്രസ് ദ സ്പീക്കേഴ്സ് ഒപ്പീനിയൻ ഓർ അസംഷൻ അബൌട്ട് ദ ഫ്യൂച്ചർ. സംസാരിക്കുന്ന ആൾക്ക് നടക്കാൻ പോകുന്ന ഒരു കാര്യം, ആ കാര്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസംഷൻ, ഊഹം, ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ കാണാറുള്ളത് എന്താണ്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇൻഡെഫിനിറ്റ് ടെൻസ് ആണ്. അപ്പം അങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സർട്ടൻ സെറ്റ് ഓഫ് വേർഡ്സ് ഉണ്ട്. നോക്കൂ, തിങ്ക്, ബിലീവ്, നോ, എക്സ്പെക്റ്റ്, ഹോപ്പ്, ഷ്യൂർ, സപ്പോസ്. ഇത്തരം വേർഡ്സ്, ഈ ഒരു സെറ്റ് ഓഫ് വേർഡ്സ് എപ്പോഴും ഇത്തരം സെൻറ്റൻസസിൽ കാണുകയും ചെയ്യും. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ എക്സ്പെക്റ്റ് ഹി വിൽ കം ബാക്ക് സൂൺ. ഐ എക്സ്പെക്റ്റ്, ഇത് എൻ്റെ എക്സ്പെക്റ്റേഷനാണ്, അവൻ പെട്ടെന്ന് തന്നെ തിരികെ വരും, പെട്ടെന്ന് തിരികെ വരും. ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അടുത്തത്, ഐ തിങ്ക് ദ സൺ വിൽ റൈസ് അറ്റ് ഷാർപ്പ് 6. കറക്റ്റ് 6 മണിക്ക്, കൃത്യം 6 മണിയാവുമ്പോൾ സൂര്യൻ ഉദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നു, ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ആവണമെന്നുണ്ടോ? ഇല്ല. 6 കഴിയാം, 6-ന് മുൻപും വരാം. ഇത് സംസാരിക്കുന്ന ആളുടെ ഒരു ഫീലാണ്, ഒരു തോന്നലാണ്. ഓക്കെ, ഐ ബിലീവ് യു വിൽ എൻജോയ് ദ ഫിലിം. ഞാൻ വിശ്വസിക്കുന്നു, തീർച്ചയായും നിനക്ക് ആ ഫിലിം എൻജോയ് ചെയ്യാൻ പറ്റും, നീ ഫിലിം എൻജോയ് ചെയ്യും, ഇത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നോക്കൂ, ഈ എല്ലാ സിറ്റുവേഷനിലും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എക്സ്പെക്റ്റ് ഉണ്ട്, തിങ്ക്, ബിലീവ്, ഈ എല്ലാ സെൻറ്റൻസസിലും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്, ഫ്യൂച്ചർ ഓക്സിലറിയാണ് ഇതൊക്കെ. വിൽ കം, വിൽ പ്ലസ് V1, വിൽ റൈസ്, വിൽ പ്ലസ് V1, വിൽ എൻജോയ്, വിൽ പ്ലസ് V1. ഇവിടെ എന്തുകൊണ്ടാണ് വിൽ യൂസ് ചെയ്തത്? നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊനൗൺസ് എല്ലാം, പ്രൊനൗൺസ് ഏതൊക്കെയാണ്? ഹീം, യുവും. ഇത് രണ്ടും സെക്കൻഡും തേർഡുമാണ്. ഓൾസോ ദിസ് ഇസ് തേർഡ് പേഴ്സൺ, ദിസ് ഇസ് സെക്കൻഡ് പേഴ്സൺ. ഇവിടെ വേറൊരു നൗൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേറെ ഏത് നൗൺ വന്നാലും നമ്മൾ യൂസ് ചെയ്യേണ്ട ഓക്സിലറി അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത് വിൽ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഇനി ഫ്യൂച്ചറിൻ്റെ മറ്റ് ഫോംസ് വരുന്ന വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു.
താങ്ക് യു ഓൾ. എഗെയിൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. സീ യു സൂൺ വിത്ത് അനദർ ഹെൽപ്ഫുൾ വീഡിയോ.